വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. SNDP NSS ഐക്യത്തിൽ കരുതലോടെ CPM. ഐക്യം എങ്ങനെയാണ് രൂപപ്പെട്ടു വരികയെന്ന് പറയാനാകില്ലെന്നും എന്നാൽ ഐക്യപ്പെടുന്നത് നല്ലതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് വർഗീയതയ്ക്കൊപ്പമാണെന്നും ഗോവിന്ദൻ വിമർശിച്ചു. നസ്രാണി വരെയുള്ള ഒരു ഐക്യമെന്നാണ്. പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഐക്യം ശരിയാണോ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ട് വരട്ടെ. പക്ഷേ ഐക്യം ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. പക്ഷേ ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. അങ്ങനെ ആ പോരാട്ടത്തിൽ മരിച്ചു വീണാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വീരാളിപ്പട്ട് പുതക്കേണ്ടത്. അതിന് ഇതുവരെ ഉറച്ചു ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇന്നലെയാണ് ആദ്യം വെള്ളാപ്പള്ളി നടേശനും പിന്നീട് സുകുമാരൻ നായരും മാധ്യമങ്ങളെ കണ്ട് ഇത്തരമൊരു ഐക്യത്തിൻ്റെ പ്രസക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. ഐക്യപ്പെടാൻ പോകുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നത്. കോൺഗ്രസ് സ്വാഭാവികമായും പല കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. CPM ഇതിന് കാർമ്മികത്വം വഹിക്കുന്നു എന്ന വിമർശനം മറ്റൊരു വഴിക്കുണ്ട്. എന്താണിപ്പോൾ CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നതിൻ്റെ പൊരുളെന്താണ്? രഞ്ജിത്ത്, രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്ന്, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ അത് നായർ ഈഴവ ഐക്യം അത് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന്, ഇതിൽ CPMന് ചെറുതല്ലാത്ത പങ്കുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളും CPM ആകുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. CPMന് വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു നീക്കം ഇപ്പോൾ NSSന്റെയും SNDPയുടെയും നേതാക്കൾ നടത്തുന്നത്. ഏതായാലും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ വളരെ സൂക്ഷ്മമായി മാത്രം, വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാകും CPMന്റെ പ്രതികരണം വിഷയത്തിൽ വരിക. ഇന്നലെ ഒരു തെറ്റായ ഒരു പ്രചരണം അല്ലെങ്കിൽ തെറ്റായ ഒരു പരാമർശം നടത്തിയത് സജി ചെറിയാനാണ്. അതിൽ CPMന് കടുത്ത അതിർത്തിയുമുണ്ട്, സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതിർത്തിയുമുണ്ട്. പക്ഷേ MV ഗോവിന്ദന്റെ പ്രതികരണവും ഇന്നലെ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണവും വളരെ കരുതലോടെയായിരുന്നു. ഇതിനെ ഈ രഞ്ജി സൂചിപ്പിച്ച പോലെ ഈ അണിയറ നീക്കത്തിന് പിന്നെ അല്ലെങ്കിൽ ഈ ഒരു ഐക്യ നീക്കത്തിന് പിന്നിന്റെ കാർമ്മികത്വം CPMന്റെ ആണെങ്കിൽ പോലും അവർ ആ രീതി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണഭോക്താക്കൾ CPM ആകണമെന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് രണ്ട് സാമുദായിക സംഘടന നടത്തുന്നതെങ്കിൽ കൂടിയും CPM നേതാക്കൾ ആവേശത്തോടു കൂടിയ ഒരു പ്രതികരണം നടത്തില്ല. അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമെന്ന് കാണട്ടെ എന്നുള്ളതായിരുന്നു. ഒന്ന്, VD സതീഷിനെതിരെ മാത്രമുള്ളൊരു നീക്കമായി ഇത് CPM കാണുന്നില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരണം ആ രീതിയിലായിരുന്നു. ഇത് വ്യക്തിപരമായ നീക്കമല്ല. VD സതീശൻ ഇതൊരു രാഷ്ട്രീയ നേട്ടമായി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും SNDPയും NS ഒരുമിച്ച് തന്നെ ആക്രമിക്കുമ്പോൾ അതിന്റെ ഗുണം ഉണ്ടാകും എന്ന് തന്നെ UDFിന് അപ്പുറത്തേക്ക് VD സതീശനും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് CPMന്റെ നീക്കം. സതീശനെ കൃത്യമായി ആക്രമിക്കാൻ ഇന്നും CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായി. സതീശൻ പറഞ്ഞത് വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിൽ ഞാൻ പിന്തിരിഞ്ഞോടുകയില്ല, അവിടെ വെട്ടേറ്റ് വീണാലും മരിച്ചാലും വീരാളിപ്പട്ട് പുതച്ച് കിടക്കും എന്നാണ് സതീശൻ പറഞ്ഞത്. പക്ഷേ MV ഗോവിന്ദനും അതിന് മറുപടി പറഞ്ഞത് വീരാളിപ്പട്ട് പുതയ്ക്കും, പക്ഷേ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വീരാളിപ്പട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയോടും RSSനോട് ഒരുപോലെ ചേർന്നുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരെ സതീശൻ പറയുന്നത്. അത് ആ രീതിയിൽ വിമർശിച്ചു പോകുമ്പോഴും SNDPയുടെയും NSന്റെ നീക്കം സതീഷിനെതിരെ എന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിക്കില്ല. മാത്രമല്ല അതിലൊരു അമിത ആഹ്ലാദവും പ്രകടിപ്പിക്കില്ല. പക്ഷേ അതിൽ വലിയ നേട്ടമുണ്ടാകും. ഒരു CPMന്റെ ഒരു നീക്കവും ലക്ഷ്യവും 0 വോട്ട് ടു BJP എന്നുള്ളതാണ്. അതായത് SNDPയും NSSും യോജിക്കുമ്പോൾ ആ വോട്ടുകൾ BJPയിലേക്ക് പോകാൻ പാടില്ല. അല്ലെങ്കിൽ BJPയിലേക്ക് പോകേണ്ട വോട്ടുകൾ വഴിമാറ്റാൻ ഈ ഐക്യ നീക്കം ഉപകരിക്കുമെന്നൊരു പ്രതീക്ഷയാണ് CPMനുള്ളത്. അത് വരും ദിവസങ്ങളിൽ അതിന്റെ കൃത്യമായ ചിത്രം വ്യക്തമാകും. ഏതായാലും SNDP NS ഐക്യം ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് CPMനെയാണ്, ഇടതുമുന്നണിയാണ്. അത് ആശങ്കയിലാക്കുന്നത് കോൺഗ്രസിനെയാണ്, UDFനെയാണെന്ന കാര്യം തർക്കമില്ല. തുടരുക അരുണ്, നമുക്ക് ഈ വിഷയത്തിൽ VD സതീശൻ സംസാരിച്ച അതെന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പരാമർശം വളരെ പ്രധാനപ്പെട്ട ഒന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതാണ്. ആ വാക്കുകളിലേക്ക്. സെക്യുലർ പൊസിഷനിങ് ആണ്, ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാറേ, തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 ഇത് നേരിട്ട ആളാ ഇവിടെ. അന്ന് ഞാൻ പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുറച്ചു കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. കേക്ക്, ഞാൻ പറയണ കേക്ക്, നിങ്ങൾ ഇത് കയ്യിലിരിക്കുന്നത് എത്ര തിരുത്തി.
2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാണ്. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർത്തു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല, വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പെട്ട് പുതച്ചു കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഇനി എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക. കൈരളിക്കാരൻ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.